സവർക്കർ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തയാളെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സവർക്കർ എങ്ങനെയാണ് രാജ്യശത്രുവാകുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സവർക്കർ എല്ലാ കാലത്തും പ്രവർത്തിച്ചത്. കോഴിക്കോട് സർവകലാശാലയിലെ വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്ന ബാനറിനോടായിരുന്നു ഗവർണറുടെ ഈ പ്രതികരണം. ഇങ്ങനെയുള്ള ബാനറുകൾ ക്യാമ്പസിലെത്തുന്നത് ശ്രദ്ധിക്കണമെന്ന് വൈസ് ചാൻസലറോട് ഗവർണർ നിർദ്ദേശിച്ചു. We need a chancellor and not Savarkar. I don't know what thinking is this. What sort of thinking is this? Was a Savarkar enemy of this country? What we need, we do not understand. We said we need a Savarkar. We need chancellor. Chancellor is here with you. You do now whatever you want to do with the chancellor. But what bad thing Savarkar has done? If you go through his educational thinking, you will understand what he has given to this society. He has never thought of his own affairs, his home affairs, his house, his family. Never. He always thought of the others. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ പി അക്ബർ, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുൻ ഗവർണറുടെ ശൈലിയല്ല ഇപ്പോഴത്തെ ഗവർണർ സ്വീകരിക്കുന്നത്. നേരിട്ടെത്തുന്നു, സമാധാനപൂർവ്വം ആ പ്രതിഷേധത്തോടും പ്രതികരിക്കുന്നു ഗവർണർ. തീർച്ചയായും സുജയപാർവതി, ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ചാൻസലറായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് അത്തരമൊരു പ്രതികരണം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. സർവകലാശാലയിലേക്ക് കടന്നു വരുന്നതിനിടയിൽ സർവകലാശാലയുടെ ഒരു ഭാഗത്ത് വെച്ച് ഒരു ബാനർ താൻ കാണാനിടയായി. വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നതാണ് ആ ഒരു ബാനറിൽ എഴുതിയിട്ടുള്ളത്. അക്കാര്യത്തിലാണ് ഒരു അതൃപ്തി ഗവർണർ പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സർവകലാശാലയിലേക്ക് വരുമ്പോൾ കണ്ട പോസ്റ്ററിനെ കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് ചിന്തയാണിത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാനറിൽ ഇത്തരം ഒരു കാര്യം എഴുതിയിട്ടുള്ളതെന്ന് ഗവർണർ പ്രതിഷേധത്തിന് മറുപടി കൊടുക്കുകയാണ് ആ വേദിയിൽ ചെയ്തത്. മുബഷിറാണ് വിവരങ്ങൾ നൽകിയത്. തുടർ പ്രതികരണങ്ങൾ, വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു.